ആ റജി, പുറത്തൊരു പയ്യനിരിപ്പുണ്ട്, നവനീത്. ഈ സഹോദരിയുടെ മോനാ. ഇവർ കഴിഞ്ഞ ദിവസം അവൻ്റെ സ്കൂൾ യൂണിഫോം വാഷ് ചെയ്യുമ്പോൾ അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ പൊതി കിട്ടി. അവനെ വഴക്കൊന്നും പറയണ്ട, സൗഹൃദത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം സാർ. പിന്നെ ഇത് ഉപയോഗിച്ചുള്ള ദോഷങ്ങളും ഭാവിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പുറത്തപ്പോൾ മഴയുണ്ടോ? ഇല്ലില്ല. ആ, എന്നാൽ പുറത്തു കൊണ്ടിട്ട് സംസാരിച്ചാൽ ശരി സാർ. സഹോദരി ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോൻ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള നിങ്ങൾ മറ്റുള്ള മാതാപിതാക്കൾക്ക് നല്ലൊരു മാതൃകയാണ്. പേടിക്കണ്ട, ഞങ്ങളിതിൻ്റെ സോഴ്സ് കണ്ടെത്തിക്കോളാം. ആ സാറിൻ്റെ സംസാരം കഴിഞ്ഞാൽ മോനെയും കൂട്ടി പൊക്കോളും. ശരി. ആ, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു, അച്ഛനും അമ്മയും വന്നാൽ മതി. വാ. ഇരുപതാം തീയതി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 23-ാം തീയതി ആയാലോ ചെറിയ സാറേ. ധാരാടാ പോയി തന്നാ മതി. പൈലറ്റിന് പോയിട്ട് എന്താ നേരം വൈകി? മൈക്ക് 11 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞതാ. ഇറങ്ങിയപ്പോൾ 12 മണി. എബി സാർ എന്തേ? എബി സാർ ഊണ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ക്വാർട്ടേഴ്സിൽ ഇറങ്ങി. ഓ ആണോ? സാറേ, ആ കാശൊന്ന് വേഗം അറേഞ്ചിട്ടോ സാറേ, എനിക്ക് അത്യാവശ്യമുള്ളതാ. ഞാൻ തരും. നിങ്ങൾ കാണാത്ത ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ? എന്താ? അതെ, മോൻ അമ്മയുടെ പേരിൽ ഒരു പെറ്റീഷൻ എഴുതി തരണം, ഇയാളെ ശല്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. SHO പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. ജയരാജ് സാറേ, ഒരു പേപ്പർ കൊടുത്തേക്ക്. ആ സർ, എന്താ? നാളെ എൻ്റെ ഹസ്ബൻഡ് അമ്മാവൻ്റെ മോളുടെ കല്യാണമാണ് സർ. ഒരു ഡേ ഓഫ്. നാളെ പുത്തൻകുരിശിന് ആളെ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ വനിതേ? ചോദിച്ചിട്ടുണ്ട്. ആ, എത്ര പേരെ? 5 പേര്. ആണോ? അപ്പോൾ പിന്നെ എങ്ങനെ ലീവ് വരും? 5 പേരെ ഞാൻ ഈ സ്റ്റേഷൻ തന്നെ ഉണ്ടാക്കണ്ടേ? വേറെ ആളില്ല. ഞാൻ കല്യാണത്തിന് പോയില്ലെങ്കിൽ കുടുംബവഴക്കാവും സാർ. ആ, ഇന്നൊരു കാര്യം ചെയ്യും, ഇന്ന് വെക്കോ. നാളെ ഡ്യൂട്ടിയാണെന്ന് പറ. പോലീസുകാരുടെ കാര്യമല്ലേ, എല്ലാവർക്കും മനസ്സിലാവും. സാർ, ഞാനങ്ങനെ അനാവശ്യമായിട്ട് ലീവൊന്നും എടുക്കാത്ത ആളാണ് സാർ. ഞാനങ്ങനെ പറഞ്ഞോ വനിതേ? കഴിഞ്ഞ ആഴ്ചത്തെ കഥയൊക്കെ താനും കേട്ടല്ലേ? ഡെൽറ്റയുടെ മുമ്പിൽ ഞാൻ ഈ അറ്റൻഷൻ നിൽക്കണം. എൻ്റെ സ്വന്തം അനിയൻ്റെ കല്യാണം 3 മണിക്കൂറിന് പെർമിഷൻ എടുത്ത് കൂടിയോനാ ഞാൻ. ചില സമയത്ത് പോലീസുകാരുടെ അവസ്ഥ അങ്ങനെയാ, നമ്മൾ പൊരുത്തപ്പെടേണ്ടി വരും. സാർ, നമസ്കാരം സാർ. ആ, എന്താണ് സാർ? ഇതെൻ്റെ മോളാ. ആ, കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അന്നുമല്ല ഇന്ന് വരെ സമാധാനം എന്താ നീ കൊച്ചറിഞ്ഞിട്ടില്ല. വരൂ. ആ ഇത് മതി, കൊടുത്തേക്ക്. മാഡം, കേസൊന്നും വേണ്ടാട്ടോ. കേസൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അയാളെ പറഞ്ഞു വിടും. നിങ്ങൾ പോയിക്കോ. വലിയ ഉപകാരം. എന്തായി ലീവിൻ്റെ കാര്യം? 5 ദിവസം തന്നു, ഒരു BH 4 CL. എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമില്ല വനിത. എനിക്ക് ആരോടൊരു ദേഷ്യമില്ല. സിക്ക് ചെയ്യാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. ഇനി നിൻ്റെ കൊണച്ച സ്വഭാവം കൊണ്ട് നടന്ന പിന്നെ അറ്റാക്കിനുള്ള സമയം ഉണ്ടാവില്ല. അതിനുമുമ്പ് നാട്ടുകാർ നിന്നെ തല്ലിക്കൊല്ലും കേട്ടോ. അവൻ്റെ ഈ പൂക്കളാഞ്ചി ഷർട്ട് ഉണ്ടല്ലോ, അതെങ്ങാനും നിൻ്റെ ദേഹത്തിന് കണ്ട പന്നി പോടാ. ജയരാജേ സർ, ഇതാ മാഷിൻ്റെ കേസിലെ എതിർകക്ഷികളുടെ അഡ്രസ്സും ഫോൺ നമ്പറോ. അവരോട് നാളെ രാവിലെ 10 മണിക്ക് വരാൻ പറ. ശരി സർ. ബാലകൃഷ്ണൻ, കിഴക്കേ വീട്ടിൽ, തേവയ്ക്ക. ഹലോ. ആ, ബാലകൃഷ്ണനല്ലേ? അതെ. ഇത് പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ സാറേ കാര്യം? നിങ്ങളൊരു തോമസ് മാഷിനെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല സാറേ, ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായിരുന്നു, അതാ. ആ, എന്തായാലും നാളെ കാലത്ത് ഇങ്ങോട്ട് വാ. അതിർത്തി തർക്കമൊക്കെ നമുക്ക് ഇവിടെ തീർക്കാം. ശരി സാറേ, വന്നേക്കാം.
നമ്മുടെ പെറ്റീഷൻകാരനെ കണ്ടില്ലല്ലോ. ആള് നല്ല പാറാവായിരുന്നില്ല സാറേ? ഉം. ജോജോ, നാളത്തെ നൈറ്റ് ജി ഡി ഞാനല്ലേ? അതെ, സാറിന് എന്താ സംശയം? ഡേ ജി ഡി കഴിഞ്ഞാൽ നൈറ്റ് ജി ഡി, അങ്ങനെയല്ലേ ഇവിടുത്തെ പതിവ്. പക്ഷെ ഒരു മാന്ത്രം എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സാറ് വനിതാ മേഡത്തിന് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? അല്ല, പുള്ളിക്കാരിക്ക് ലീവ് കിട്ടാത്തോണ്ടേ നാളത്തെ നൈറ്റ് ജി ഡി പുള്ളിക്കാരി കയറാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. കല്യാണം എനിക്കുണ്ട്. നാളത്തെ നൈറ്റ് എനിക്ക് തന്നെ വേണം. സാറത് പൊയ്ക്കേ. നിങ്ങൾ മാന്താൻ വരുന്ന പോലുള്ള പരിപാടി എന്തായാലും ആ മേഡത്തിനില്ല. അവർ കൃത്യം ടേണിനനുസരിച്ച് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. ഒരു പരാതി പോലും പറയാറില്ലല്ലോ. ആ വരൂ. ശിവൻ സാർ. ശിവനല്ലേ ജി ഡി? സാർ. ആ, ഇതൊരു ജെന്യൂൻ കേസാണ്. 498A ആണ്. 323, 294B, 506(1), 34 എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് വരണം. കേസ് ഇപ്പം രജിസ്റ്റർ ചെയ്ത് FIR ഇപ്പം ഇടണം. പിന്നെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ്, അച്ഛൻ്റെ അമ്മയും 2-3 പ്രതികളാണ്. മൊഴിയെടുക്കാൻ വനിത പോയാ? സാർ, നൈറ്റ് ജി ഡി ആയിരുന്നില്ലേ? പോയിന്നാ തോന്നണേ. അതെ, അപ്പം എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, വനിത വിളിക്കും. എവിടെയാണെങ്കിലും തിരിച്ചു വരാൻ പറയും. സാർ. ആ വനിത, താൻ പോയില്ലേ? പോയെന്ന് വിചാരിച്ചു. ശിവ ഇവിടെയുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കണം. 498 തന്നെ വേണം. ആ, ഈ സാറ് മൊഴിയെടുക്കും കേട്ടോ. പിന്നെ നാളെ തന്നെ അവരോട് വരാൻ പറഞ്ഞ് ബാക്കി കാര്യം നടപടിയാക്കാം. ശരി. വാ. പണി വന്നല്ലോ ശിവ സാറേ. അതെ, മൊഴിയെടുത്ത കേസാവും. കേസായാൽ നിങ്ങളുടെ ഭർത്താവും അയാളുടെ അച്ഛനും അമ്മയും പ്രതികളാവും. അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടെ ഉള്ളൂ. പിന്നൊരിക്കലും ഒരുമിച്ചുള്ള ജീവിതം വലിയ കഷ്ടമാണ്. നന്നായിട്ട് ആലോചിച്ചിട്ട് പോരെ? അതെ, മോള് ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ഇനി ആലോചിക്കാനൊന്നുമില്ല സാറേ. അങ്ങോട്ട് വിട്ടാൽ ഞങ്ങളുടെ മോളെ അവർ കൊല്ലും. ചേട്ടനല്ല ഉത്തരം പറയണ്ടേ, ഈ കുട്ടിയാ. കുട്ടി പറയും. കേസ് വേണം മാഡം. ഇനി അയാളോട് ജീവിക്കാൻ പറ്റില്ല. ശിവൻ സാർ, ഒരു മിനിറ്റ്. അത്യാവശ്യമുള്ള കോൾ. എന്താണമ്മേ, ഞാനിവിടെ 100 കൂട്ടം പണിയിലാണ്. ദർശൻ പിന്നെയും വിളിച്ചു മോളെ. അയാൾ ഇനി വിളിച്ച ഫോൺ എടുക്കണ്ട. അതല്ല, നിനക്ക് അനുസരണയില്ല. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ ആലോചിക്കുന്നു. ആ, അയാളെ ആലോചിക്കട്ടെന്ന്. മോളെ, നീ എന്തായി പറയണേ? അയാളോട് പോകാൻ പറമ്മേ. ഞാനിപ്പോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും. നമ്മുടെ വീട്ടിലേക്കാ വരുന്നത്. അപ്പൊ കല്യാണ വീട്ടിലേക്ക് പോണില്ലേ? എനിക്ക് നാളെ ലീവില്ല. രാവിലെ 6 മണിക്ക് കുരിശുപള്ളിയിൽ ഡ്യൂട്ടിയാ. ഇന്നിപ്പം ഞാൻ ആ കല്യാണ വീട്ടിലോട്ട് പോയാൽ നാളെ തിരിച്ചു വരേണ്ടി വരും. അയാൾ കൊണ്ടാക്കില്ല, ഉറപ്പാ. അപ്പൊ പ്രശ്നമാവില്ലേ മോളെ? ആവട്ടെ. ഇത്രയും നാൾ ഞാനൊരു ഭീരുവായിട്ടല്ലേ ജീവിച്ചത്. ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാൻ വയ്യ. അയാൾക്ക് സംശയരോഗം. അത് എത്ര കാലം കഴിഞ്ഞാലും മാറാൻ പോണില്ല. ഇപ്പൊ കുറെ കാശും പണമൊക്കെ കയ്യിൽ വന്നപ്പോ എന്റെ ജോലിയൊക്കെ അയാൾക്ക് പുച്ഛ. 9 മാസം ഗ്രൗണ്ടിൽ വേർപ്പൊഴുക്കിയതാണ് അമ്മേ. അത് വിട്ടിട്ടുള്ള ഒരു തീരുമാനമില്ല. അമ്മ കരയണ്ട, ഞാൻ അങ്ങോട്ടാ വരുന്നത്. മോളെ, നമ്മുടെ മക്കള്, അവരെ കുറിച്ച് ചിന്തിക്കണ്ടേ മോളെ? കേസ് വേണം സാറേ. ഇനി എൻ്റെ മോളെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല. ആയിക്കോട്ടെ, ഞാൻ കുറേ പറഞ്ഞു നോക്കി. കേസ് വേണമെന്ന് പറയണേ. എന്താ ചേച്ചി? മോന്റെ പേരെന്താ? ആദി. നല്ല പേരാണല്ലോ. കുട്ടി മോനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മോനെ എനിക്ക് വേണം. ആ, അതൊക്കെ കോടതി തീരുമാനിക്കുന്ന കാര്യങ്ങളാ. കുട്ടി ഇപ്പൊ ചെറുപ്പം.
ഡിവോഴ്സായി കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കണ്ടേ? വേണം. അയാളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഡിവോഴ്സായി കഴിഞ്ഞാൽ ഉടനെ അയാൾ വേറെ കല്യാണം കഴിക്കും. ഈ വാശിയിൽ നിങ്ങൾ രണ്ടുപേരും ജയിക്കും. തോൽക്കുന്നതേ ഈ മോന. ഈ മോനെ പോലെ ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ തോൽവി കണ്ടിട്ടുള്ളതുകൊണ്ട് ചോദിക്കുക. നല്ല പോലെ ആലോചിച്ചിട്ട് പോരെ ഈ മൊഴി തരലൊക്കെ. ചോദിച്ചതേ ഒരു പോലീസുകാരിയായിട്ട് കരുതണ്ട, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി. ഞാനും ഒരമ്മയാണ്. കേസ് വേണം മാഡം. ഇനി അയാളിലൂടെ ജീവിക്കാൻ പറ്റില്ല. ഓ, പള്ളിക്കര വില്ലേജ്. പള്ളിക്കരയിൽ എവിടെ? ഏത് ഭാഗത്താ വീട്? പള്ളിക്കരയിൽ നിങ്ങളുടെ വീടിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതെവിടെയാന്നാ ചോദിക്കുന്നത്? പാലമറ്റത്ത്. പാലമറ്റത്ത്. വീട്ടുപേര്? ചിറ്റേടത്ത്. നിങ്ങളുടെ പേര്? വിജയൻ. പേര്? പ്രഭ. വയസ്സ്? 26. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6. ഭർത്താവിന്റെ പേരെന്താ? മഹേഷ്. നമസ്കാരം സാർ. ബിസിനസ്. നല്ലൊരു പയ്യനായിരുന്നു, പക്ഷേ തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമായത്. സാറിൻ്റെ സാർ ഊണ് കഴിക്കണ്ടേ? കഴിക്കാം. ആ പോയില്ലായിരുന്നോ? ഓ, പോയില്ലെന്നേ. ഒരു 498-ന്റെ മൊഴി. വിനോദ് സാറ് ഞാനും കൂടെ പോയി മത്സരം എഴുതിക്കോളാം കേട്ടോ. ഓ, വലിയ ഉപകാരം സാറേ. ഊണ് കഴിക്കണ്ടേ സാറേ? വാന്നേ. പോവാം. പിന്നെ ഞാൻ കഴിച്ചിട്ട് വരാം. മൊഴി വായിച്ച് കേട്ടു ശരി എന്നെഴുതിയിട്ട് ഒപ്പിട്ടോളൂ. ശരി, പൊക്കോളൂ. ബാ മോനെ പോ. ശിവൻ സാർ എന്തേ? ശിവൻ സാർ ഊണയിക്കാൻ പോയി. അതെ, ഞാൻ ഇവിടെ മൊഴി വെച്ചിട്ടുണ്ട് ടേബിളിൽ. വന്നാ പറയാം. ഞാൻ പോവാം. പറഞ്ഞു. ജയരാജ് സാറേ പോവാണ് കേട്ടോ. നീ ഇപ്പം ഇനി ഒന്നും പറയണ്ട. കേസിൻ്റെ വഹിക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഓട്ടേക്ക്. ബാ മോനെ. ദർശേട്ടാ, ഞാൻ നേരെ കല്യാണ വീട്ടിലേക്കാട്ടോ വരുന്നു. ലീവ് കിട്ടിയോ? ഇല്ല, ലീവ് കിട്ടിയില്ല. അപ്പൊ എങ്ങനെയാ കല്യാണം കൂടുന്നത്? ഞാൻ സിക്ക് ചെയ്തോളാം.
ദർശേട്ടൻ്റെയും മക്കളുടെയും കൂടെ കല്യാണം കൂടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അമ്മേ, ഞാൻ ദർശേട്ടനെ വിളിച്ചു കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ നേരെ കല്യാണ വീട്ടിലേക്കാ പോകുന്നത്. അപ്പൊ മോക്ക് ഡ്രസ്സൊക്കെയാ? അതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തോളാം. മോക്ക് ലീവ് കിട്ടിയല്ലേ? ഇല്ല, ലീവ് കിട്ടിയില്ല. ഞാൻ മെഡിക്കൽ അടിക്കും. അത് നന്നായി. എനിക്ക് എല്ലാത്തിലും വലുത് എൻ്റെ മക്കളാണ് അമ്മ. ശരി, ഞാനവിടെ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ശരി മോളെ.